ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനൽ ടാരോ വാരിയർ മലയാളത്തിൽ വെൽക്കം. എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇന്ന് ഞാൻ കാപ്രിക്കോണിന് വേണ്ടിയിട്ട് മന്ത്ലി ഫെബ്രുവരി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല, മാച്ച് ആവില്ല. അപ്പോൾ മാച്ച് ആവണ മെസ്സേജസ് എടുക്കുക, മാച്ച് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. എന്നുവെച്ചാൽ അത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പിംഗ് കുറേ ഇമ്പോർട്ടൻ്റ് ആണ് ടാരോ റീഡിങ്ങിൽ. അങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ് ആൻഡ് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ് അത്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ ഇൻസ്റ്റഗ്രാമിലും കുറേ ആക്റ്റീവ് ആണ്. എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഞാൻ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ അവിടെ ഫോളോ ചെയ്താലും നിങ്ങൾക്ക് അവിടെയും എനിക്ക് മെസ്സേജ് അയക്കാം. ആൻഡ് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം ആൻഡ് റീഡിങ്ങിൽ എന്താ മെസ്സേജസ് പറയണമെന്ന് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ കാപ്രിക്കോൺ, നിങ്ങളുടെ ഓവറോൾ എനർജി ഫെബ്രുവരി മാസത്തിൻ്റെ 5 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഓവറോൾ എനർജി. നിങ്ങളുടെ പാസ്റ്റിൽ 3 ഓഫ് കപ്സ് ആയിരുന്നു. കറണ്ട് എനർജി നിങ്ങളുടെ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 9 ഓഫ് വാൻഡ്സ്. ഏറ്റവും വലിയ ചാലഞ്ച് 5 ഓഫ് വാൻഡ്സ് ആണ് ചാലഞ്ച്. അഡ്വൈസ് നിങ്ങളുടെ സൺ. അൺനോൺ ഫാക്ടറിൽ 3 ആണ്. ആൻഡ് ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കാർഡാണ്. ഇത് നമ്മൾക്ക് എൻഡിൽ നോക്കാം എന്താണെന്ന്. അപ്പോൾ 5 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കാപ്രിക്കോൺ നിങ്ങളുടെ ഓവറോൾ എനർജി. 5 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ലോസിൻ്റെ എനർജിയാണ്. ഇതൊരു ഫിനാൻഷ്യൽ ലോസ് ആയിരിക്കാം. ഈ മാസം പൈസയുടെ കാര്യത്തിൽ കുറച്ച് സൂക്ഷിക്കണം. പക്ഷെ ഇത് ലോസ് തന്നെ ആവണം എന്നില്ല. ഇത് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ആണ്. ഇതൊരു ആക്ച്വൽ സംഭവം അല്ല. പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് പൈസ ഉണ്ട്, നിങ്ങളുടെ മനസ്സിൽ ഉള്ള ലോസ് ആണ് അത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന്, പൈസ നഷ്ടപ്പെട്ടു. ഇല്ല വെച്ചാൽ നിങ്ങളുടെ കമ്പനി നിങ്ങളുടെ ബോസ് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണില്ല. പ്രോജക്ട്സിലേക്ക് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടണില്ല, വർക്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. അങ്ങനത്തെ ഫീലിംഗ് ആവാം. ഇതൊരു ലോ സെൽഫ് കോൺഫിഡൻസിന്റെ എനർജി ആവാം. അതല്ല വെച്ചാൽ ഇതൊരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ അത്ര അറ്റൻഷൻ തരുന്നില്ല, അങ്ങനത്തെ എനർജിയും ആവാം. ഇതൊരു ബ്രേക്കപ്പും ആവാം. അപ്പോൾ 5 ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ് ഇവിടെ? അപ്പോൾ ഇവിടെ 7 ഓഫ് കപ്സ് ഉണ്ട് ആൻഡ് പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു പുതിയ ബിഗിനിങ്ങും കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് കുറേ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക്. ഇപ്പോൾ ഇത് ലവിലാണോ കരിയറിലാണോ അത് പറയാൻ വിഷമാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് അങ്ങനെ കൃത്യമായി പറയാൻ പറ്റില്ല. പക്ഷേ ഡെഫിനറ്റ്ലി പുതിയ ബിഗിനിങ്സ് ഉണ്ട്, പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, കുറേ കൺഫ്യൂഷനും ഉണ്ട്. എന്നുവെച്ചാൽ ഈ ഓപ്പർച്യൂണിറ്റീസ്, ഈ കുറേ ഓപ്ഷൻസിൽ ഏത് ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിയായ ഓപ്ഷൻ, അത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് അതിനെക്കുറിച്ച്. പക്ഷേ ഡെഫിനറ്റ്ലി പുതിയ ബിഗിനിങ് ഉണ്ട്, ഒരു പുതിയ സ്റ്റാർട്ട് ഉണ്ട്. 3 ഓഫ് കപ്സ് ആയിരുന്നു നിങ്ങളുടെ പാസ്റ്റിൽ. അപ്പോൾ പാസ്റ്റിൽ ഞാൻ കാണുന്നത് ഒരു സെലിബ്രേഷൻ ആണ്. ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ആവാം, ഇതൊരു ഫ്രണ്ട്ഷിപ്പ് ആവാം. 3 ഓഫ് കപ്സ്. അപ്പോൾ നിങ്ങൾ ഏതോ ഒരു സിറ്റുവേഷനെ വിട്ട് മുമ്പോട്ട് പോകണം. എന്ന് വെച്ചാൽ ആ സിറ്റുവേഷനിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ഞാൻ പറഞ്ഞ മാതിരി ഒരു ഫ്രണ്ട്ഷിപ്പ് ആവാം, ഇല്ല വെച്ചാൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം. അപ്പോൾ ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഞാൻ കാണുന്നു, ഒരു എൻഡിങ് ഞാൻ കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ റീലൊക്കേറ്റ് ചെയ്തു. ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിന് കാരണം ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടാവും, അങ്ങനെയും ആവാം. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു ബ്രേക്കപ്പ് ഉണ്ട് പാസ്റ്റിൽ. കറണ്ട് എനർജിയിൽ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യണു, നിങ്ങളുടെ ഫാമിലി കാര്യത്തിൽ ഫോക്കസ് ചെയ്യണു, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഒരു റൂട്ടീനായിട്ട് ചെയ്യണു. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഗ്രൗണ്ടഡ് എനർജിയാണ്. അപ്പം നിങ്ങൾ ഈ മാസം
സ്റ്റേബിളായി ഫീൽ ചെയ്യാൻ തുടങ്ങും. കുറച്ചുകൂടിയും ഒരു ലൈഫിലൊക്കെ ഒരു കൺട്രോൾ വരും, നിങ്ങളുടെ ലൈഫിൽ കുറച്ചുകൂടി ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. 2 ഓഫ് കപ്സ് ഇവിടെ ഒരു ലവ് റിലേഷൻഷിപ്പാണ്. ഡെവിൽ നിങ്ങളുടെ എനർജിയാണ് കാപ്രിക്കോൺ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വരുന്നുണ്ട്. ഇപ്പോൾ ഈ പുതിയ പേഴ്സൺ ഒരു കാപ്രിക്കോൺ ഇല്ലച്ച ടോറസ് വെർഗോ ആവാം. അതല്ലച്ച ഈ പേഴ്സണും നിങ്ങളും ഒരു സെയിം ജോലിയിലും പരിചയപ്പെട്ട പേഴ്സൺ ആയിരിക്കാം. അതല്ലച്ച ഈ പേഴ്സൺ ഒരു മാരീഡ് ഇല്ലച്ച ഡിവോഴ്സ്ഡ് പേഴ്സൺ ആവാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ടോക്സിക് എലിമെന്റും ഞാൻ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു പേഴ്സൺ മാരീഡ് ആയിരിക്കാം. അതിന്റെ കാരണം ഈ റിലേഷൻഷിപ്പ് കുറച്ചൊരു ടോക്സിക് ആണ്. ഓക്കെ, ഇപ്പൊ 9 ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു പേടി വരാൻ തുടങ്ങുന്നുണ്ട്. അത് ഈ സിറ്റുവേഷൻ ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യില്ലാന്ന്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഈ പേഴ്സൺ ഇഷ്ടമാണ്, ഇവിടെ ഒരു 2 സൈഡിൽ നിന്നും ലവ് ഉണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്കൊരു പേടി എന്താ വെച്ചാൽ ഈ സിറ്റുവേഷൻ ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യില്ല. മുമ്പത്തെ മാതിരി തന്നെ ആദ്യം ഇവിടെ ഒരു എൻഡിങ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ സിറ്റുവേഷന് എൻഡ് ചെയ്തിട്ട് മുമ്പോട്ട് പോകണു. എന്നുവെച്ചാൽ ഈ കറന്റ് സിറ്റുവേഷനും എങ്ങനെയോ ഒരു ടോക്സിക് എനർജിയിലേക്കാണ് പോണത്. നിങ്ങളുടെ ഫ്യൂച്ചറിലും ഞാൻ കാണുന്നത് കുറെ ഓഫേഴ്സ് ഉണ്ട്. പക്ഷെ ആദ്യം നിങ്ങളൊരു ലോ ആയിട്ടാണ് ഫീൽ ചെയ്യണത്. ഓക്കെ, നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം 5 ഓഫ് വാൻഡ്സ് ആണ്. ഇത് കോമ്പറ്റീഷന്റെ എനർജിയാണ്, കോൺഫ്ലിക്റ്റിന്റെ എനർജിയാണ്, തേർഡ് പാർട്ടി സിറ്റുവേഷന്റെ എനർജിയാണ്. അപ്പൊ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ മാസം അതിന്റെ കാരണം ഇവിടെ കുറെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതിന്റെ കാരണം നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. 3 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട് ഇവിടെ, 4 ഓഫ് വാൻഡ്സ് ഉണ്ട്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് ഓൾറെഡി ഇവിടെ. എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പേഴ്സൺ മാരീഡ് ആണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു വേറെ പേഴ്സൺ ഇതിൽ ഇന്റർഫിയർ ചെയ്യണം. ആൻഡ് അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രോബ്ലം. ഇപ്പൊ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു റൊമാൻറ്റിക് തേർഡ് പേഴ്സൺ ആയിരിക്കില്ല. മേ ബി ഇതൊരു മദർ ഇൻ ലോ ഫാദർ ഇൻ ലോ ഇഷ്യൂ ആവാം. ഇല്ലച്ചാ വേറെ ഫാമിലി മെമ്പേഴ്സ് ഇന്റർഫിയർ ചെയ്യണ ഇഷ്യൂവും ആവാം. ഓക്കെ, ഇതൊരു റൊമാൻറ്റിക് ആംഗിൾ തന്നെ ആവണം എന്നില്ല. സൺ ആണ് നിങ്ങളുടെ അഡ്വൈസ്. യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങൾക്ക് എന്താ ഹാപ്പി ആക്കണ വെച്ചാൽ ആ എനർജി ചൂസ് ചെയ്യുക, ആ ലൈഫ് ചൂസ് ചെയ്യുക. ഈ പേഴ്സൺ നിങ്ങളെ ഹാപ്പി ആക്കണില്ല വെച്ചാൽ ഈ പേഴ്സന്റെ കൂടെ നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ കാണില്ല വെച്ചാൽ നിങ്ങൾക്ക് ഈ സിറ്റുവേഷന് വിട്ടുപോവാം. അങ്ങനെ ഒരു ഫോഴ്സ് ഒന്നുമില്ല. നിങ്ങൾക്ക് എന്താ ഹാപ്പി ആവണ, നിങ്ങൾ എങ്ങനെയാ ഹാപ്പി ആവണ വെച്ചാൽ ആ പാത്ത് ഫോളോ ചെയ്യുക. 4 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട് ഇവിടെ. നിങ്ങൾ കുറെ റിസർവ്ഡ് ആണ് ഈ മാസം, കുറെ ലോ ആണ് ഫീൽ ചെയ്യണത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു കുറച്ചുകൂടി ഒരു സെൽഫ് ലവ് കാണിക്കാനാണ് പറയണത്. എന്നുവെച്ചാൽ ഇവിടെ കുറച്ചൊരു അറ്റൻഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇപ്പൊ ഇത് നിങ്ങളുടെ ഫ്രണ്ടും ആവാം. നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക. എന്നുവെച്ചാൽ അതാണ് നിങ്ങൾക്ക് ശരിക്കും ഒരു ഹാപ്പിനെസ് തരണത്. ആൻഡ് ഈ മാസം നിങ്ങൾക്ക് അതിന്റെ കുറച്ചുകൂടി കൂടുതൽ ആവശ്യമുണ്ട്. എന്നുവെച്ചാൽ കുറച്ചൊരു ലോ ആയിട്ട് എനർജിയാണ് നിങ്ങളുടെ. ഓക്കെ, മൂന്നാണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ. അപ്പൊ എന്തോ ഒരു സീക്രട്ട് പുറത്തു വരാൻ പോകുന്നുണ്ട് ഈ മാസം. ആൻഡ് മൂൺ ഇമോഷൻസിന്റെ എനർജിയുമാണ്. ഈ മാസം കുറച്ച് ഇമോഷണൽ ആവാൻ വഴിയുണ്ട്. 10 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയണ്ടായിരുന്നില്ല. ഈ കാര്യം നിങ്ങൾക്ക് പിന്നെയാണ് അറിയണത്. അത് നിങ്ങൾക്ക് അറിയില്ല വെച്ചാൽ അതൊരു ഷോക്ക് ആയിട്ടാണ് വരണത്. അതല്ല വെച്ചാൽ ഈ നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേഴ്സൺ വേറെ എന്തോ കാര്യം പറയാൻ പോകുന്നുണ്ട്. അത് കുറച്ച് ഷോക്കിംഗ് ആവാൻ വഴിയുണ്ട്. ഔട്ട്കം ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കാർഡാണ്. ഔട്ട്കം കിങ് ഓഫ് സോൾസ് ആണ്. അപ്പോൾ ഈ മാസം നിങ്ങൾ കുറെ പ്രാക്ടിക്കൽ ആയിട്ടാണ് ഡിസിഷൻസ് എടുക്കാൻ പോണത്. ആൻഡ് അതിൻ്റെ കാരണം കുറച്ചൊരു ഡിറ്റാച്ച്ഡ് എനർജി ഞാൻ കാണുന്നു. നിങ്ങൾ ആരുടെയോ അടുത്തുനിന്ന് കുറച്ചൊരു ഡിസ്റ്റൻസ് വെക്കണു. ഹൈറോഫാണ്ട് ഉണ്ട് ഇവിടെ. ആദ്യം ഒരു മാരീഡ് എനർജിയാണ് ഞാൻ കാണുന്നത്. ആൻഡ് ഡെത്ത് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു എൻഡിങ് ഉണ്ട്, ഒരു റിലേഷൻഷിപ്പിന്റെ എൻഡിങ് ഉണ്ട്. ആൻഡ് നിങ്ങൾ പോകണത് ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ്. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് കാപ്രിക്കോൺ, ലിയോ ഉണ്ട്, സ്കോർപിയോ ഉണ്ട്, ടോറസ് ഉണ്ട്, അക്വേറിയസ് ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് മേജർ സൈൻസ്.
അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഒറക്കിൾ മെസ്സേജ്. Oracle message പറയുന്നത് higher ground, rise above the noise, try not to take things personally. Sometimes we are just actors in other people's dramas. Avoid getting sucked into negativity. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് പറയുന്നു. അത് ചില സമയത്ത് ചില സിറ്റുവേഷൻസിൽ ഫർഗീവ്നെസ് ആണ് ഏറ്റവും വലിയ കാര്യം. എന്നുവെച്ചാൽ അതിൽ നമ്മൾ ജസ്റ്റ് ഒരു ആക്ടേഴ്സിന്റെ പോലെയാണ് ഈ ലൈഫിന്റെ ഡ്രാമയിൽ. അപ്പൊ ആരെയും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നുവെച്ചാൽ എല്ലാവരും അവരുടെ റോള് ഇങ്ങനെ കളിക്കണു. അപ്പോൾ ഇവിടെ റൈസ് അബവ് ദ നോയ്സ് എന്ന് വെച്ചാൽ ഈ നെഗറ്റിവിറ്റിന്ന് പുറത്തു വരാ, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് വെക്കുക. എനിക്ക് അറിയാം ഇത് ഡിഫിക്കൾട്ടാണ് പോസിറ്റീവായി ചിന്തിക്കാൻ. എന്ന് വെച്ചാൽ ഇത്രയും നെഗറ്റീവ് ആവുമ്പോൾ യെസ് കുറച്ച് ഡിഫിക്കൾട്ടാണ് പോസിറ്റീവ് അപ്രോച്ച് വയ്ക്കാൻ. പക്ഷെ അങ്ങനെയാണ് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണത്. മാർച്ചിന്റെ റീഡിങ് കുറച്ചുകൂടി പോസിറ്റീവ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബട്ട് ഇതാണ് നിങ്ങളുടെ ഫെബ്രുവരി മന്ത്ലി റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു. നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കൊരു പേഴ്സണൽ ആയിട്ട് റീഡിങ് വേണം വെച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.